ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിന്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്ന് അത് പറയാനുള്ളത് US മാർക്കറ്റ് ഒന്ന് നെഗറ്റീവില് വന്നിരുന്നു. ഇന്നലെ അത് തിരിച്ചു കയറുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. എൻവിഡിയുടെ റിസൾട്ട്സ് വളരെ നല്ലതായിരുന്നു. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലെ ഇന്ത്യൻ ADR സ്റ്റോക്സ് ആയിട്ടുള്ള ഇൻഫിയും വിപ്രോയും ഒക്കെ ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സിലാണ് നിൽക്കുന്നത്. നമ്മുടെ IT സെക്ടറിനകത്തുള്ള H1B1 വിസയുടെ ഒരു സിറ്റുവേഷനാണ്. അതിന്റെ പ്രൈസസ് പെർമനന്റ് ആയിട്ട് കൂട്ടുന്നു എന്നുള്ളൊരു സംഭവം ഇവിടെ ഉണ്ട്. അപ്പോൾ നടന്നിട്ടില്ല എങ്കിലും അത് നടക്കാനുള്ള സാധ്യത എന്നുള്ളത് വെച്ചിട്ട് നമ്മുടെ IT സെക്ടേഴ്സ്, US ട്രേഡ് ചെയ്യുന്ന IT സെക്ടേഴ്സ്, IT കമ്പനീസിൽ ഒരു നെഗറ്റിവിറ്റി അവിടെ കാണുന്നുണ്ട്. നമ്മുടെ മാർക്കറ്റിലേക്കും അത് റിഫ്ലക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓൾറെഡി അത് റിഫ്ലക്റ്റിംഗ് ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ മേജർ ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുക. മാർക്കറ്റിൽ ഒരുപാട് ഡേറ്റാസ് പറയാനില്ല. നോർമലി പോകുന്ന ഒരു ദിവസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ചാർട്ടിലേക്ക് തന്നെ കിടക്കാം. ടോപ്പിക് ഇല്ല എന്നുള്ളതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ചാർട്ട് കാണുന്നുണ്ടാവാം. ഓക്കെ, സെക്കൻഡ്. ഓക്കെ, ഇതാണ് നിഫ്റ്റിയുടെ ചാർട്ട്. നമ്മൾ ഡെയിലി അനാലിസിസ് ചെയ്യുന്ന ചാർട്ട്. നിങ്ങൾക്ക് അറിയാം, ഈ ഒരു ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് മാർക്കറ്റ് ഈ സ്ലൈഡിങ് ഡൗൺ എന്ന് നമ്മുടെ ടെലിഗ്രാം ചാനലിനുള്ളിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള അതേ സംഭവം തന്നെയാണ്. ഇത് ഞാൻ സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പിനുള്ളിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഞാൻ നമ്പർ ഇട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ മാർക്കറ്റ് ഓരോ സ്റ്റെപ്പ് എടുത്ത് മാർക്കറ്റ് ഒന്ന് താഴേക്ക് പോവുകയാണ്. ഒന്ന് തിരിച്ച് വീണ്ടും ഒന്ന് ബൗൺസ് ചെയ്യുന്നത് പോലെ കണ്ടു. 24,000 നിന്ന് തിരിച്ച് വന്ന് 24,100 റേഞ്ചിലൊക്കെ നിന്നിട്ട് ഒന്ന് ബൗൺസ് ചെയ്യുന്ന ഒന്ന് കണ്ടു. പക്ഷേ അതൊരു വാലിഡ് ആയിട്ടുള്ള ബൗൺസിങ് അല്ല എന്നുള്ളത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറയാറുണ്ട്. മാർക്കറ്റ് ഒരു കുറിപ്പിട്ട ലെവലിന് ശേഷം നമ്മുടെ 24,240 മേളിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്ലോസിങ്ങും അതിന് ഒരു കണ്ടിന്യൂറ്റിയും ഉണ്ടായാൽ മാത്രമേ നമുക്ക് അവിടെ ഒരു ട്രെൻഡ് റിവേഴ്സലിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ. ഇവിടെ വന്നിരുന്നു, എന്നാൽ അതവിടെ ഹോൾഡ് ചെയ്തില്ല. അന്നേ ദിവസം തന്നെ അത് താഴേക്കും വരുന്നുണ്ട്. സോ ലിറ്ററലി മാർക്കറ്റ് ഒന്നുകിൽ നമുക്ക് സൈഡ് വേസ് എന്ന് പറയാം. ഇവിടെ ഒരു കൺഫ്യൂഷൻ ക്യാൻഡിൽ കാണുന്നുണ്ട്. ആ ഒരു കൺഫ്യൂഷൻ റേഞ്ചിൽ തന്നെയാണ് നമ്മൾ സ്ഥിരമായിട്ട് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യത ഗിഫ്റ്റ് നിഫ്റ്റി മേളിലാണ് കാണിക്കുന്നതെങ്കിലും മാർക്കറ്റിൻ്റെ വീക്ക്നെസ് കണ്ടിട്ട് മാർക്കറ്റ് നെഗറ്റീവ് ആവാനുള്ള സാധ്യത തന്നെയാണ് ഞാൻ പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള അനാലിസിസ് ആണ്. സോ ഞാൻ എന്താണ് പേഴ്സണലി എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് കൂടെ പറയാം. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഫ്ലാറ്റ് ടു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ്. ഓൾമോസ്റ്റ് 180 റേഞ്ചിൽ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ ഈ ട്രെൻഡ് ലൈനിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറി പോകുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഗുഡ്. ഇപ്പോൾ ഓൾറെഡി ഇതിനെ വേണമെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇതിനെ ഒരു സപ്പോർട്ടിങ് ഏരിയ ആയിട്ട് വേണമെങ്കിലും എടുക്കാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് കയറി പോകാൻ ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബുള്ളിഷ് സൈഡിലേക്കുള്ള ഒരു ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാം. 24,300 to 350 ഓർ 400 440 എന്നിങ്ങനെയുള്ള ഒരു ലെവലിലേക്ക് കയറി പോകാനോ ഇറങ്ങി വീഴാനോ ഭീകരമായിട്ടുള്ള ഒരു ന്യൂസ് ഒന്നുമില്ല. എന്നാലും കയറി പോകാനുള്ള ന്യൂസസ് ഭയങ്കര ലിമിറ്റഡ് ആണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ 180 താഴെ പൊക്കഴിഞ്ഞാൽ 24,180 താഴെ പൊക്കഴിഞ്ഞാൽ 24,100 ഉണ്ട്. 24,000 തൊട്ടടുത്ത് നമുക്ക് ഇവിടെ സപ്പോർട്ട് എടുത്ത് 2420 ഓർ 2440 എന്നിങ്ങനെ ഒരു 2440 ആണ് ആക്ച്വലി ഉള്ളത്. എന്നാലും ഞാനിവിടെ ഈ ഒരു ഏരിയ എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. സോ മാർക്കറ്റ് പിടിച്ചു നിൽക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് സൈഡ് വേസ് എങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയക്കുള്ളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിനും താഴേക്ക് പോയി കഴിഞ്ഞാൽ അത് സൈഡ് വേസ് അല്ല, നെഗറ്റീവ് ആയിട്ടുള്ളൊരു ടെറിട്ടറിയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തു എന്ന് നമ്മൾ മേക്ക് ഷുവർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മേളിലേക്കുള്ള ലെവൽസ് ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞുതരാം. മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ സാധ്യത 24,180 to 240 റേഞ്ചിലായിരിക്കാം. ഓക്കെ, ഞാനൊന്ന് വായിക്കാം. ഓക്കെ, നമുക്ക് ഫൈനലി ആ ഒരു ഇതിലേക്ക് തന്നെ വരാം. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യത 24,180 to 240 റേഞ്ചിലായിരിക്കാം. സോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഇത് ഈ ഒരു ക്യാൻഡിലിൻ്റെ മുതൽ ഈ ഒരു ഏരിയയ്ക്ക് ഉള്ളിലായിരിക്കാം. ഓക്കെ, എക്സ്പെക്ട് ചെയ്യുന്നത് ഇത് ഈ ഒരു ഏരിയയിൽ തന്നെയാണ്, 180 റേഞ്ചിൽ തന്നെയാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ ഇതിന് ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 24,100 റേഞ്ചിലേക്ക് ഇതിന് 180 to 100 ഓർ 40
24,040 ഓർ 24,000 എന്നിങ്ങനെ ഒരു ലെവലുണ്ട്. 23,960 ഒക്കെ ഉണ്ട്. ഈ ഒരു ലെവൽസാണ് മാർക്കറ്റിൻ്റെ അടുത്ത നെഗറ്റീവ് സൈഡിലേക്കുള്ള ടാർഗറ്റ്സ് എന്ന് പറയുക. ഓക്കെ, ഈ 180 ഇല്ലെങ്കിൽ 240ക്ക് മേളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 280 വരെ റെസിസ്റ്റൻസ് എടുക്കാന്നുള്ളതാണ്. ഈ 280 ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ 350 മാത്രമേ മാർക്കറ്റിൽ ഒരു ടാർഗറ്റ് ഉള്ളൂ. അപ്പോൾ 280ക്ക് മേളിലാണ് സാധാരണ ട്രേഡ് വരാറുള്ളത്. ആ 280ക്ക് മേളിലോ അറ്റ്ലീസ്റ്റ് സേഫായിട്ട് നിന്ന് കഴിഞ്ഞാൽ 300ന് മേളിൽ കയറിയാൽ 350, 400, 440 വരെയുള്ള 3 ലെവൽസാണ്. ഇതിന് മേളിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതേ ഇല്ല. അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൊമെൻറ്റം എന്ന് പറയുക. സോ ഈ ഒരു സിറ്റുവേഷനാണ് ഞാൻ അറ്റ്ലീസ്റ്റ് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാനൊരു ബെയറിഷ് ഫേസിലാണ് ഫീൽ ചെയ്യുന്നതെങ്കിലും മാർക്കറ്റ് ഒന്ന് ഈ ബെയറിഷ് ഫേസിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് തിരിച്ച് വീണ്ടും ഉള്ളിലേക്ക് തന്നെ വരാനുള്ള ഒരു താല്പര്യമാണ് മാർക്കറ്റിന് കാണിക്കുക. സോ ഞാൻ എക്സ്പെക്ട് ചെയ്ത ഈ ഒരു ഏരിയയിൽ അടുത്തൊരു സപ്പോർട്ട് ബോക്സ് വരയ്ക്കുക എന്നുള്ളതാണ്. മാർക്കറ്റാണ് തീരുമാനിക്കാനുള്ളത്, നോക്കാം. അപ്പോൾ അടുത്ത് നിങ്ങൾക്ക് ഈ നമ്മുടെ ഗ്രൂപ്പിനുള്ളിൽ പറഞ്ഞ 1-2 സ്റ്റോക്സിനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എറ്റേണൽ, അതായത് സൊമാറ്റോ, ടൈറ്റൻ, ബജാജ് ഫിനാൻസിനേക്കാളും പെർസിസ്റ്റൻറ്റ് സിസ്റ്റംസ്, PGL അത്യാവശ്യം പോയിരുന്നു, GFL ലിമിറ്റഡ് പോയിരുന്നു, ലാർസൺ ആൻഡ് ടൂബ്രോ അനങ്ങുന്നുണ്ട്. ബെയറിഷ് മാർക്കറ്റിലും സ്റ്റോക്സ് കുഴപ്പമില്ലാണ്ട് പിടിച്ചു നിൽക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞത് സ്റ്റോക്സിൻ്റെ പേര് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ ബാക്കിലേക്ക് പോവുക, സ്റ്റോക്സ് എടുത്ത് നോക്കുക, അതിൻ്റെ ചാർട്ട് നോക്കുക. 1 hour ടൈം ഫ്രെയിമിൽ അതിന് സ്റ്റിൽ ബുള്ളിഷ്നെസ് ഉണ്ട്. ആ സ്റ്റോക്സ് ടേൺ അറൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷോർട്ട് ടേം ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാം. ഞാൻ അത് ഓക്കെ ആയിട്ട് പറയുന്നില്ല, ബിക്കോസ് മാർക്കറ്റിൻ്റെ ഒരു പാറ്റേൺ നെഗറ്റീവായിട്ട് തന്നെയാണ് സ്റ്റിൽ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു നെഗറ്റിവിറ്റി കഴിയട്ടെ എന്നാണ് ഞാൻ പേഴ്സണലി പറയുക. അത് ആ നെഗറ്റിവിറ്റിയിലും സ്റ്റിൽ പിടിച്ചു നിൽക്കുന്ന ഒരു 3-4 സ്റ്റോക്സിൻ്റെ നെയിം ഞാൻ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ്ലി നിങ്ങളുടെ പേഴ്സണൽ അനാലിസിസ് ആണ്. അതായത് ഒരു നെഗറ്റീവ് മാർക്കറ്റിലും സ്റ്റോക്ക് മേടിക്കണോ വേണ്ടയോ എന്നുള്ളത് അവരവരുടെ മാത്രം റിസ്ക്കാണ്. ഞാൻ പേഴ്സണലി അധികം ചെയ്യാറില്ല. ഇൻ കേസ് ചെയ്താൽ പോലും എൻ്റെ ക്യാപിറ്റൽ ഒരു സ്റ്റോക്കിലേക്ക് ഒരു 50,000 ആണ് ഇടുന്നതെങ്കിൽ അതിൻ്റെ പകുതി മാത്രമായിരിക്കും ഞാൻ എപ്പോഴും ഒരു സ്റ്റോക്കിൽ ഒരു ബെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. സോ അതൊരു ഐഡിയയാണ് നമ്മുടെ ഒരു റിസ്ക് കുറയ്ക്കുക എന്നുള്ളത്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ലെവൽസ് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ അതിനനുസരിച്ച് നിങ്ങളുടെ ഡിസിഷൻസ് എടുക്കുക. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.